നടിയാക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്നും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാകാൻ അനുവദിക്കണമെന്നും ആയിരുന്നു സുനിയുടെ ആവശ്യം. എന്നാൽ ഇത് കോടതി തള്ളി. അതേസമയം കേസിൽ മഞ്ജു വാര്യരുടെ വിസ്താരം തുടരുകയാണ്. ദിലീപിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് വിസ്താരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സാക്ഷി വിസ്താരത്തിനായി മഞ്ജു വാര്യർ കോടതിയിൽ ഹാജരായിരുന്നു. CPM ജനകീയ പ്രതിരോധ ജാഥ തുടരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിക്കുന്നത് ചാവേർ സംഘം തന്നെയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി മരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിലെ RSS CPM ചർച്ചയിൽ രഹസ്യമില്ലെന്നും സംഘർഷമുള്ള സമയത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള ഇടപെടലാണ് ഉണ്ടായതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ചാവേർ സംഘം ആണ് എന്ന് ഞാൻ ആദ്യം തന്നെ ഉദ്ഘാടനത്തിന് തന്നെ പറഞ്ഞു. ഒന്നോ രണ്ടോ ആളുകൾ ഓടിയിട്ട് വണ്ടീന്റെ മുമ്പിൽ ചാടുക. ആ വണ്ടീന്റെ മുമ്പിൽ ചാടി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ മുഴുവൻ പെട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾ ഈ ചാവാൻ പോകുന്ന ഈ അവസ്ഥ മതിയാക്കുന്നത്, അന്ന് മുഖ്യമന്ത്രിക്കുള്ള സാധാരണ എസ്കോർട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള നിരവധി യോഗങ്ങളുണ്ട്. സർവകക്ഷി യോഗങ്ങളുണ്ട്, ഉഭയകക്ഷി യോഗങ്ങളുണ്ട്. ആ ഉഭയകക്ഷി യോഗങ്ങളും സർവകക്ഷി യോഗങ്ങളും എല്ലാം എന്താ ഉദ്ദേശിച്ചത്? ഒരേ ഒരു കാര്യമാണ്. അത് കണ്ണൂർ ജില്ലയിലും കേരളത്തിലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായി രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഇടപെടൽ ഉണ്ടാകുക എന്നാണ്. അതിൽ പിന്നെ വേറെ രഹസ്യത്തിലൊരു പ്രശ്നമേ വരുന്നില്ല.